നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഗംഗയുടെ കഴുത്തില് വിനീത് താലി ചാർത്തുന്നത്. അങ്ങനെ താലി ചാർത്തിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ശാരദ മോളുടെ കൈ പിടിച്ച് വിനീതിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഗംഗയുടെ കൈ പിടിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷമായിരുന്നു, രാധമ്മയ്ക്കൊക്കെ. കാരണം രാധമ്മ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കാലങ്ങളായി കാത്തിരുന്നേ. ഓരോരോ തടസ്സങ്ങൾ കൊണ്ട് അതിങ്ങനെ മുടങ്ങി പോകുമായിരുന്നു. പക്ഷെ ഇപ്പോഴതെല്ലാം എല്ലാം കൃത്യമായിട്ട് എല്ലാം നല്ല മംഗളകരമായിട്ട് നടന്നു. അപ്പൊ അതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളും അവരുടെ മുഖത്തും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിനീതിന്, കാരണം വിനീതിന് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എത്രയോ വട്ടം ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഓർമ്മ വെച്ച കാലം മുതൽ ഗംഗ തൻ്റേതാന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന, പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകടം പറഞ്ഞായിരുന്നു. വീണ്ടും ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെ വരെ എത്തി കാര്യങ്ങളൊക്കെ. പിന്നീട് അങ്ങനെ ഗംഗയുടെ കൈ പിടിച്ച് വലം വെക്കുന്ന സമയത്തും വിനീതിന്റെ മനസ്സിൽ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാരണവശാലും ഗംഗയെ വേദനിപ്പിക്കാതെ നല്ല രീതിയിൽ തന്നെ അവളെ നോക്കി മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നുള്ള അവൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം അവൾക്ക് കൊടുക്കാൻ സാധിക്കണമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കൈ പിടിച്ച് പോകുന്ന ആ രംഗം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാധമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അതുപോലെ തന്നെയായിരുന്നു ശാരദയ്ക്കും. അരവിന്ദേട്ട, ഒരുപക്ഷെ ഈ കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തോറ്റുപോയാനും എന്നൊക്കെയായിരുന്നു ശാരദയുടെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നേ. അരവിന്ദന്റെ കടാക്ഷങ്ങൾ എല്ലാം കൊണ്ടാണ് ഇപ്പൊ ഈ കല്യാണം നടന്നത് എന്നൊക്കെയാണ് രാധമ്മയുടെ ശാരദയുടെ ഒക്കെ മനസ്സിലുണ്ടായിരുന്നത്. അല്ലെങ്കിലോ ഈ വിവാഹം മുടങ്ങിയെന്നൊക്കെ വിചാരിച്ചിരുന്നല്ലേ. കൃത്യസമയത്ത് തന്നെ വിനീത് എത്തിയതുകൊണ്ട്, അല്ലായിരുന്നെങ്കിൽ എന്തായി തീർന്നേനും ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു കാവേരിയുടെ മനസ്സിലും. ഒരുപക്ഷെ ഒരു നിമിഷം വൈകി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഗംഗേച്ചിയുടെ തീരുമാനം അത് കുടുംബത്തെ മുഴുവൻ കണ്ണീരിലഴ്ത്തിയനം. അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അതിനു മുമ്പ് തന്നെ ഗംഗേച്ചിയെ രക്ഷിക്കാനും പറ്റി, നല്ലൊരു ജീവിതം കൊടുക്കാനും പറ്റിയല്ലോ. അതോടൊപ്പം തന്നെ ആ ജയപാലനിട്ട് അയാൾക്കിട്ട് കിട്ടാവുന്ന വെച്ച് ഏറ്റവും വലിയ അടിയ കിട്ടിയേക്കണം എന്നുള്ള കാര്യവും കാവേരിക്ക് മനസ്സിലായി. ഇനി അയാളുടെ നാശമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് ബാക്കി ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അവർ ക്ഷേത്രത്തിൽ നിന്ന്. ആ സമയത്താണ് സുജാതയും ഗീതയും കൂടെ വരുന്നത്. സുജാതയ്ക്ക് വലിയൊരു അടി തന്നെയായിരുന്നു കിട്ടിയത്. സുജാത ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ ഒരു പണി കിട്ടുമെന്ന്. വിനീത് അവളുടെ കഴുത്തിൽ താലി ആർത്തൂന്ന്. അപ്പൊ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സഹിക്കാൻ പറ്റിയില്ല. ഒടുവിൽ അങ്ങനെ നാണം കെട്ടിട്ടാണ് സുജാത അങ്ങോട്ടേക്ക് വരുന്നത്. വരുമ്പോ കാണുന്ന കാഴ്ച ഗംഗയുടെ കൈ പിടിച്ച് വിനീത് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന. സഹിക്കാൻ പറ്റുമോ? വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വിനീത് പറഞ്ഞു, അമ്മേ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഗംഗയും കൂട്ടിക്കൊണ്ട് സുജാതയുടെ കാൽച്ചോട്ടിലേക്ക് കാല് വീണ് അനുഗ്രഹം മേടിക്കാൻ ചെല്ലുമ്പോഴത്തേനും പെട്ടെന്ന് സുജാത അങ്ങോട്ട് കാല് പിൻവലിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കണമല്ലേ? എടാ, നിന്നെ ഞാൻ അനുഗ്രഹിക്കണം, അത് ഈ ജന്മത്തിൽ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞ് അവിടെ നിന്നവര്. എല്ലാവരുമായിട്ട് ചുറ്റും കൂടി നിന്നവരോടായിട്ട് സുജാത പറഞ്ഞു, ഇവൻ എൻ്റെ മോനായിരുന്നു. പക്ഷേ എൻ്റെ മോന് കുറച്ചു മുമ്പ് മരിച്ചുപോയി. ഇപ്പൊ എനിക്ക് ഇങ്ങനൊരു മോനില്ല. ഇനി 16 ദിവസം കഴിയുമ്പോൾ അവന്റെ കർമ്മങ്ങൾ അടിയന്തരം കാര്യങ്ങൾ ഞാൻ നടത്തും. ഇരിക്കപ്പെടം വെക്കും ഞാൻ. അതെല്ലാം കേട്ടിഞ്ഞിപ്പോ രാധ വെച്ചു, നീ എന്തു വർത്താനോ സുജാത പറയണേ? നിനക്കെന്താ വല്ല ബോധം ഉണ്ടോന്ന് ചോദിച്ചു. ബോധം ഉണ്ടമ്മേ, ഇരിക്കപ്പെടം വെക്കണ സമയത്ത് അമ്മയും വരണം, വന്ന് സദ്യ ഉണ്ടിട്ട് പോണോന്ന് പറഞ്ഞു. പിന്നെ ഇത് പറഞ്ഞു, അമ്മ എന്തൊക്കെയാ പറയണേ? അമ്മയോ? ആരുടെ അമ്മ? എനിക്കൊരു മാനുണ്ടായിരുന്നു, മരിച്ചുപോയി. എനിക്കിപ്പോ ഒരു മകനില്ലാന്ന് പറഞ്ഞു. ചേച്ചി ഞാൻ പറയുന്നൊന്ന് കേൾക്കുക. അമ്മയൊന്നും കാര്യങ്ങള് ചേച്ചിന്ന് വിളിക്കുക പോലും ചെയ്തേക്കല്ലേ. എടാ, എത്ര വലിയ നാടകം കളിച്ചിട്ടാടാ നീ ഇവളുടെ കഴുത്ത് താലി ആർത്തിരിക്കുന്നേ? സ്വന്തം പെറ്റമ്മയെ കുറിച്ച് ഓർത്തോ? ഞങ്ങളെ കുറിച്ച് ചിന്തിച്ചോ? ആ സമയത്ത് കാവേരി പറഞ്ഞു, അതെ അമ്മ ഇങ്ങനെയൊന്നും പറയരുത്. അമ്മായിയോ മിണ്ടരുത്. നീയാണ് എല്ലാത്തിനും ചുക്കാൻ പിടിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇതേ എന്റെ വീടിന്റെ പടിക്കലേക്കാണ് കയറിയാണ്ടല്ലോ. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, അമ്മേ ഞാൻ ഗംഗയും കൂട്ടി അങ്ങോട്ട് പോകാനാ. ഞാൻ ഇവിടെ കൂട്ടി അങ്ങോട്ടേക്ക് വരും. വന്നിട്ടുണ്ടല്ലോ പിന്നെ ജീവനോടെ തിരികെ പോവില്ല. എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോണം. എനിക്കിങ്ങനൊരു മകനില്ല, മരിച്ചു പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോഴേക്കും രാധം പറഞ്ഞു, നീ എന്ത് വർത്താന സുജാത പറയണേ? എത്രയാന്ന് പറഞ്ഞാലും നിന്റെ കൂടപ്പറപ്പിന്റെ മകളല്ലേത്? ഓ, കൂടപ്പറപ്പിന്റെ മകള്. കൂടപ്പറപ്പിന് ആ സ്നേഹമില്ലായിരുന്നു. അതൊക്കെ ഞാൻ നന്നായിട്ട് അറിഞ്ഞ ആളാ. ജീവിച്ചിരുന്ന സമയത്ത് ഇവൾക്ക് ഗൾഫുകാരനെ മതിയായിരുന്നല്ലോ. ഇവളുടെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത്. ഇപ്പൊ എന്ത് പറ്റി? എന്നിട്ട് വന്നിരിക്കുന്നു എന്റെ മകനെ കറക്കിയെടുത്തിട്ട്. എന്റെ മകൻ മരിച്ചു പോയെന്ന് തന്നെ ഞാൻ കരുതുന്നത്. ഇനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേക്കരുത്, മര്യാദയ്ക്ക് പൊയ്ക്കോണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമനില തെറ്റിയോടാണ് സുജാത പെരുമാറുന്നത്. പിന്നീട് ഗീതയോട് പറയും ബാടിയെന്നും പറഞ്ഞുകൊണ്ട് ഗീതയുടെ കൈ പിടിച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേന് വിനീതിന് എന്ത് ചെയ്യണമെന്നറിയില്ല. വല്ലാത്ത ടെൻഷനായിപ്പോയി. ചുറ്റും കൂടി നേരൊക്കെ പറഞ്ഞു. എന്നാലും സുജാത ഇങ്ങനെ ചെയ്ത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല.
പിന്നീട് ശാരദയോട് ചോദിച്ചു, ശാരദ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? പെണ്ണിനെയും ചെറുക്കനെയും വീട്ടിലേക്ക് വിളിക്കത്തില്ലോ. അപ്പോഴേക്കും രാധം പറഞ്ഞു, വിളിച്ചില്ലേ വിളിക്കണ്ട, അവള് വിളിച്ചില്ല ഞങ്ങൾക്കിപ്പോൾ എന്താ. ശാരദ നീ ഒരു കാര്യം ചെയ്യ, ഗംഗയും വിനീതനും കൂടെ വീട്ടിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞു. അമ്മേ നീ ധൈര്യമായിട്ട് വിളിക്കരുത്, നല്ല ഒന്നാം തന്നെ ഒരു വീടല്ലേ അരവിന്ദം പണിതിട്ടിരിക്കുന്നത്, പിന്നെന്തിനാ? പിന്നീട് രാധം വന്നിട്ട് വിനീതയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നിന്നെ ഞങ്ങൾ നടുവോട്ട് തല്ലിയിട്ട് പോവോ? ഒരിക്കലും ഇല്ല, മോളുടെ കൈയും പിടിച്ചുകൊണ്ട് വാ, നിനക്കൊരു വീടുണ്ട്, ആ വീട്ടിൽ നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, ധൈര്യമായിട്ട് പോരാൻ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗംഗയെ വിനീതൊന്ന് നോക്കി. ഗംഗ ഒരു മറുപടി ഒന്നും പറഞ്ഞില്ല. വിനീതിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈ അവസരത്തിൽ ഗംഗയെ വിളിച്ചുകൊണ്ട് വേറൊരിടത്തേക്കും പോകാനും പറ്റില്ല, വീട്ടിലേക്ക് പോകാനും പറ്റില്ലോ. അങ്ങനെ ഒടുവിൽ സ്നേഹതീരത്തേക്ക് തന്നെ പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാധമ്മ ശാരദയോട് പറഞ്ഞു, പോയി ആരതി നിലവിളക്ക് എടുത്തോണ്ട് ഞാൻ പറഞ്ഞു. കാവേരിയൊക്കെ അകത്തേക്ക് കയറി പോയിട്ട് അങ്ങനെ നിലവിളക്ക് ആരതിക്ക് എടുത്തോണ്ട് വന്നു. നിലവിളക്കൊക്കെ കൊടുത്ത് ഗംഗ അകത്തേക്ക് ഏറ്റുവേണം. ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ആ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാധമ്മയ്ക്ക്. അങ്ങനെ അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശാരദ പറഞ്ഞു, അമ്മ മധുരം കൊടുക്കണ്ടേന്ന് ചോദിച്ചു. പിന്നെ അതെന്ത് ചോദ്യമാടി, മധുരം കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അങ്ങനെ അവർക്ക് മധുരമൊപ്പം കാര്യങ്ങളൊക്കെ നടക്കണം. കാവേരിയൊക്കെ ഓരോ കുശലമൊക്കെ പറഞ്ഞുകൊണ്ടാണ് മധുരം കൊടുക്കുന്നത്. ഗംഗയ്ക്ക് ഒരു നാണമൊക്കെ വന്നു ആ സമയത്ത്. കാരണം ഗംഗയെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ജീവിതം കിട്ടുമെന്ന്. തൻ്റെ ജീവിതം തീർന്നു തന്നെ തന്നെ കരുതിയിരുന്ന അവിടെ നിന്നാണ് വിനീതേട്ടൻ തനിക്ക് ഒരു ജീവിതം തന്നിരിക്കുന്നത്, തന്നെ കൈ പിടിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് ഗംഗയോട് പറഞ്ഞു, മോളെ നീ പോയി ഡ്രസ്സൊക്കെ മാറാനായിട്ട് ശാരദ പറയണം. അങ്ങനെ ഗംഗ മുറിയിലേക്ക് പോയി. ആ സമയം വിനീത എന്ന് നിവിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എടാ എനിക്ക് എങ്ങനെ നന്ദി പറയാനെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. രാധം പറഞ്ഞു, അത് ശരിയാ, അത് ഞാനും പറയാൻ വേണ്ടി ഇരിക്കുമായിരുന്നു മോനെ. ഒരു കൂടപ്പുറപ്പിനെ പോലെ നിന്ന് നീ ഇത്തരം വരെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാക്കി. ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു പക്ഷേ നീയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ വിവാഹം പോലും നടക്കില്ലായിരുന്നു പറഞ്ഞു. നീയും പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശി എന്ന് പറഞ്ഞു. എനിക്കറിയാം നീ വിനീതിന് വേണ്ടിയിട്ട് എത്ര വലിയ ത്യാഗം ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ. നിന്റെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നു. ഇതിനൊക്കെ പകരം എന്താ ഞാൻ തരേണ്ടതെന്നൊക്കെ പറയണം. ആ സമയം കാവേരി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവൻ കാവേരി ഒന്ന് പതുക്കെ നോക്കി. ഇവളെ തനിക്ക് തന്നാൽ മതി എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ എങ്ങനെയാ അത് പറയണേ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാൻ പറ്റുന്ന അവസരമല്ലല്ലോ ഇത്. അതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല. മിണ്ടാതെ നിന്ന് കഴിഞ്ഞപ്പോൾ വിനീത് പറഞ്ഞു, എടാ നീ ഇല്ലായിരുന്നെങ്കിൽ, കാവേരിയും കൂട്ടി നീ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഇപ്പം ഗംഗ പോലും ജീവനോടെ ഇരിക്കില്ലായിരുന്നു. ഗംഗയുടെ ജീവനും പോലും അപകടത്തിലായെന്ന് പറഞ്ഞു. അപ്പം വന്നപ്പോൾ തന്നെ അവർ അരവിന്ദന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. വിനീത് മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അമ്മാവനെ നിന്ന് വാക്ക് ഞാൻ പാലിച്ചു, ഈ കുടുംബത്തെ ഞാൻ കൈവിടില്ലെന്ന് പറഞ്ഞ്. അപ്പം വിനീതിന് അങ്ങനെ കുറേ കടമകളും കടപ്പാടുകളൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഗംഗയ്ക്കാണെങ്കിലോ ഭയങ്കര ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. കാരണം ആദ്യം വിനീതിൻ്റെ കല്യാണാലോചന വന്നു കഴിഞ്ഞപ്പോൾ വേണ്ട, തനിക്കൊരു തയ്യൽക്കാരനെ വേണ്ട, തനിക്ക് പുറത്തു പോകണം, ഗൾഫിലൊക്കെ ജോലിയുള്ള ആരെങ്കിലും മതി എന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിച്ചാണ്. അതുകൊണ്ടാണ് അരവിന്ദൻ വേറെ കല്യാണം ആലോചിച്ചത്. പക്ഷെ തൻ്റെ തലയിലെടുത്ത വിനീതനായിരുന്നുള്ള കാര്യം പിന്നീടാണ് ഗംഗയ്ക്ക് മനസ്സിലാവുന്നത്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും വിനീതേടൻ തന്നെ കൈ പിടിച്ച് കൂടെ ചേർത്ത് നിർത്തിയില്ലേ, അല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, തൻ്റെ ജീവിതം തന്നെ തീർന്നു പോകാനെന്നൊക്കെയുള്ള കാര്യങ്ങളും ഗംഗയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇതിനു വേണ്ടിയിട്ടായിരിക്കും ഈ കല്യാണമൊക്കെ മുടങ്ങിപ്പോയെന്ന് ഗംഗയുടെ മനസ്സിലും തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും കാവേരി പോയി നിവിനുള്ള ചായ കൃത്യത്തിന് കൊടുക്കുന്നുണ്ട്. പിന്നെ നിവിനോട് താങ്ക്സ് എന്ന് പറഞ്ഞു. എന്തിന്? അല്ല എൻ്റെ കൂടെ നിന്നേന്. അത് കേട്ടപ്പോൾ നിവിൻ പറഞ്ഞു, അത്ര താങ്ക്സ് ഒന്നും പറയേണ്ട കാര്യമൊന്നും ഇല്ല. എന്താ? അതെ, വിനീത് എൻ്റെ ഫ്രണ്ടാ. അവൻ്റെ മനസ്സിൽ നേരത്തെ അറിഞ്ഞ അവൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ എനിക്കറിയായിരുന്നു. എങ്ങനെയെങ്കിലും ഗംഗയുമായിട്ട് ഒന്നിക്കണമെന്ന് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനും അത്ര റിസ്ക് എടുത്തേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കാവേരി പറഞ്ഞു, ശരിയാ, ഈ കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനം കൂടെ നിവിൻ രക്ഷിച്ചല്ലായിരുന്നെങ്കിലോ ഒരു പക്ഷേ ജയപാലൻ ഞങ്ങൾ ഇപ്പം ജയിച്ചു പോയെന്ന് പറഞ്ഞു. ജയപാലൻ ഈ സമയത്ത് ഭ്രാന്തി പിടിച്ച അവസ്ഥയായിരുന്നു. ജയപാലൻ വീട്ടിൽ ചെന്നിട്ട് പ്രവീണിനോടൊക്കെ കിടന്ന് ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുകയാണ്. കാരണം തൻ്റെ കർണത്തടിക്കുന്ന പോലെയാണ് വിനീതിനെയും കൂട്ടിക്കൊണ്ട് അവൾ അങ്ങോട്ടേക്ക് വന്നേ. ഗംഗയുടെയും വിനീതിൻ്റെ കല്യാണം അത് നടക്കാൻ പാടില്ലാത്തായിരുന്നു, പക്ഷെ നടന്നു. എന്ത് ചെയ്യാൻ പറ്റും? ആകെപ്പാടെ അതിൻ്റെ ഒരു ദേഷ്യവും സങ്കടമൊക്കെ ജയപാലനുണ്ടായിരുന്നു. ഒരിക്കലും അവളെ താൻ ജയിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെയൊരു ചിന്തയായിരുന്നു അയാളുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.